കടലിന്റെ നടുവിൽ മനുഷ്യരുടെ ശബ്ദമില്ലാത്തൊരു ദ്വീപ്. കാറ്റിന്റെ കൂവലും തിരമാലകളുടെ ഇടിച്ചിലുമാണ് അവിടത്തെ ഏക ശബ്ദങ്ങൾ. 1900-ൽ സ്കോട്ട്ലൻഡിന്റെ തീരത്തുള്ള ഒരു ചെറിയ ദ്വീപിൽ 3 മനുഷ്യർ ഒരു രാത്രി ഒന്നും പറയാതെ ഒരിക്കലും തിരികെ വരാത്ത വിധം കാണാതായി. ഇതൊരു കഥയല്ല, ഇതൊരു യഥാർത്ഥ സംഭവമാണ്. ഇതാണ് ഫ്ലാനൻ ഐൽസ് ലൈറ്റ് ഹൗസ് രഹസ്യം. സ്കോട്ട്ലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് കടലിന്റെ ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ദ്വീപ് സമൂഹമുണ്ട്. ദ്വീപുകൾക്ക് പേരാണ് ഫ്ലാനൻ ഐൽസ്. മനുഷ്യർ വളരെ അപൂർവമായി മാത്രമെത്തുന്ന ഈ ദ്വീപുകളിൽ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചു, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് വഴികാട്ടാൻ. ഈ ലൈറ്റ് ഹൗസിൽ ജോലി ചെയ്തിരുന്നത് 3 പേർ. അവരുടെ ജോലി വളരെ സിമ്പിൾ. ലൈറ്റ് എല്ലായ്പ്പോഴും തെളിഞ്ഞിരിക്കണം. പക്ഷേ ഒരു ദിവസം ആ ലൈറ്റ് കത്തിയില്ല. ആ 3 ലൈറ്റ് ഹൗസ് കീപ്പേഴ്സായിരുന്നു ജെയിംസ് ഡക്കറ്റ്, തോമസ് മാർഷൽ, ഡൊണാൾഡ് മെക്കാർത്തർ. അവർ വളരെ പരിചയസമ്പന്നരായിരുന്നു. കടലിന്റെ അപകടങ്ങൾ എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ അവരെ കാത്തിരുന്നത് കടലല്ലായിരിക്കാം. 1900 ഡിസംബർ 15 ഒരു കപ്പൽ ഈ ദ്വീപിനടുത്തുകൂടി പോയപ്പോൾ അവർ ശ്രദ്ധിച്ചത് ഒരു ഭീകരമായ കാഴ്ച. ലൈറ്റ് ഹൗസിന്റെ വെളിച്ചം കാണുന്നില്ല. ഇത് സാധാരണ കാര്യമല്ല, കാരണം ആ ലൈറ്റ് ഒരിക്കലും അണയരുത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു രക്ഷാപ്രവർത്തക സംഘം ദ്വീപിലെത്തി. അവർ കണ്ടത് ഇന്നുവരെ ആളുകളെ പേടിപ്പിക്കുന്നൊരു കാഴ്ച. ലൈറ്റ് ഹൗസിന്റെ വാതിൽ അടച്ച നിലയിൽ. അവർ അകത്ത് കയറിയപ്പോൾ എല്ലാം സാധാരണ പോലെ തോന്നി. ഭക്ഷണം മേശപ്പുറത്തുണ്ടായിരുന്നു. ഒരു കസേര മറിഞ്ഞുകിടന്നു. കിടക്കകൾ ക്രമത്തിലായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമില്ലായിരുന്നു: മനുഷ്യർ. ആ 3 പേരും എവിടെയുമില്ല. കൂടുതൽ പരിശോധിച്ചപ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടെത്തി. ഒരാളുടെ ജാക്കറ്റ് അകത്തുതന്നെ ഉണ്ടായിരുന്നു, എന്നാൽ അവൻ പുറത്തുപോയിരുന്നു. ഇത് അസാധ്യമാണ്, കാരണം ആ സമയത്ത് കടലിൽ കടുത്ത കാറ്റും തണുപ്പുമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തന്റെ ജാക്കറ്റ് ഇല്ലാതെ പുറത്തുപോകില്ല. ലൈറ്റ് ഹൗസിൽ ഒരു ലോഗ് ബുക്ക് ഉണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നത് ഇന്നും ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്നു: കാറ്റ് വളരെ ശക്തമാണ്, ഞങ്ങൾ ഭയന്നിരിക്കുന്നു. പക്ഷേ വെതർ റെക്കോർഡുകൾ പറയുന്നത് ആ ദിവസങ്ങളിൽ കാലാവസ്ഥ ശാന്തമായിരുന്നു. അപ്പോൾ അവർ എന്തിനെ ഭയന്നു? ഈ സംഭവത്തിനു ശേഷം പലതരത്തിലുള്ള തിയറികൾ ഉയർന്നു. ഒരു വലിയ തിരമാല അവരെ കടലിലേക്ക് തള്ളിയതാകാം. പക്ഷേ 3 പേരും ഒരേ സമയം പുറത്തുപോകാൻ എന്ത് കാരണം? ഒരാൾ മാനസികമായി അസ്വസ്ഥനായിരിക്കാം, മറ്റുള്ളവരെയും ആക്രമിച്ചിരിക്കാം. പക്ഷേ രക്തത്തിന്റെ അടയാളങ്ങളൊന്നും കണ്ടെത്തിയില്ല. ചിലർ വിശ്വസിക്കുന്നത് ആ ദ്വീപ് ശപിക്കപ്പെട്ടതാണ്. അവിടെ അസാധാരണ ശക്തികളുണ്ടാകാം. ഇത് ശാസ്ത്രീയമായി തെളിയിക്കാനാവില്ല. പക്ഷേ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ആ ദ്വീപ് ഇന്നും അവിടെ തന്നെയുണ്ട്, ശാന്തമായി. പക്ഷേ അവിടെ എന്തോ ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്നു. ഒരു ലൈറ്റ് ഹൗസ്, 3 മനുഷ്യർ, ഒരു രാത്രി. ഒരാളും തിരികെ വന്നില്ല. ശവങ്ങളില്ല, അടയാളങ്ങളില്ല, ഉത്തരമില്ല. ഇന്നുവരെ ആ സംഭവം ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. അവരെവിടേക്ക് പോയി? എന്താണ് അവരെ പുറത്തേക്ക് ഓടിച്ചത്? അത് കടലായിരുന്നോ? അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത എന്തോ? ഇത്തരം യഥാർത്ഥ രഹസ്യകഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനിയും ഒരു ഭയാനക സത്യം നിങ്ങളെ കാത്തിരിക്കുന്നു.